സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അവകാശ പത്രിക അംഗീകരിക്കാൻ SFI സംസ്ഥാന വ്യാപകമായി മാർച്ച് നടത്തി. കാഞ്ഞങ്ങാട്ട് സമരക്കാർ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചു. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ റെയ്ഡ്. 10 ലക്ഷം രൂപയുടെ കള്ളപ്പണം പിടികൂടി. കാസർകോട്ട് ഒഴുക്കിൽപ്പെട്ട് കാണാതായ ASI നാരായണ നായിക്കിന്റെ മൃതദേഹം കണ്ടെത്തി. വൈദ്യുതി നിയമ ഭേദഗതി ബില്ലിനെതിരെ വൈദ്യുതി തൊഴിലാളിമാരും ഓഫീസർമാരും പണിമുടക്കിലേക്ക്. കാഞ്ഞങ്ങാട്ട് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. അത്ഭുതം ആകാശത്തോളം ഉയർന്നു. ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി അരയി തെരുവത്ത് സ്കൂളുകളിൽ ചാന്ദ്രദിനാഘോഷം നടന്നു. അന്യായ വിധിയിലൂടെ പീഡനം നേരിടുന്ന പുരുഷന്മാർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം. ജനമിത്രം ജനകീയ വേദി ഹൈക്കോടതിക്ക് മുന്നിൽ സമരം നടത്തും. കർക്കിടകത്തിന്റെ ആദിയും വ്യാധിയും അകറ്റാൻ ആടിവേടൻ തെയ്യങ്ങൾ ഗ്രാമത്തിൽ സഞ്ചാരം തുടങ്ങി. വാർത്തകൾ വിശദമായി. സർക്കാരിന് സമർപ്പിച്ച അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് SFI RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചു. SFI സംസ്ഥാന കമ്മിറ്റി സർക്കാരിന് മുന്നിൽ സമർപ്പിച്ച 86ന് അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് മുഴുവൻ ജില്ലകളിലും SFI മാർച്ച് നടന്നു. SFI ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് കുന്നുമലിൽ നിന്നും RTO ഓഫീസിലേക്ക് മാർച്ച് നടന്നു. അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി TP ബിനീഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിദ്യാർത്ഥികൾ എല്ലാ ജില്ലയിലേക്കും വലിയ വിദ്യാർത്ഥി പങ്കാളിത്തത്തോടുകൂടിയ മാർച്ച് സംഘടിപ്പിച്ചു. ഓരോ അധ്യയന വർഷക്കാലത്തും SFI കേരളത്തിലെ സർക്കാരിന് അവകാശ പത്രിക നൽകുന്നത് ഒരു ചടങ്ങിന് വേണ്ടി മാത്രമല്ല, മറിച്ച് വിദ്യാഭ്യാസ രംഗത്തെ പൊതുവിദ്യാഭ്യാസ മേഖല മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വരെ ഏറ്റവും സജീവമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. B വൈശാഖ് അധ്യക്ഷനായി. രജീഷ് വെള്ളാട്ട്, K മഹേഷ്, രതീഷ്, മീരാചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മാർച്ചിൽ പ്രതിഷേധമിരമ്പി. പാഠപുസ്തക വിതരണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചു. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റ് വഴി കടത്തുകയായിരുന്ന 10 ലക്ഷം രൂപ പിടിച്ചു. ഒരാൾ അറസ്റ്റ്. മഞ്ചേശ്വരം വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ അനധികൃതമായി കടത്തുകയായിരുന്ന 10 ലക്ഷം രൂപ പിടികൂടി. KA 19 MA 0404 എന്ന സ്കോർപിയോ വണ്ടി സഹിതം മംഗലാപുരത്ത് ലേഡി ഹിൽ സ്വദേശി കിരിട്ടികുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. CI വേലായുധൻ, NJ തോമസ്, പ്രിവന്റീവ് ഓഫീസർമാരായ റെനി ഫെർണാണ്ടസ്, CK അഷ്റഫ്, സിവിൽ ഓഫീസർമാരായ മുഹമ്മദ് ഇജാസ്, EN മധു, ജോൺസൺ പോൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. 10 ലക്ഷം രൂപയുടെ ഉറവിടത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിച്ചു വരികയാണെന്ന് CI വേലായുധൻ പറഞ്ഞു. വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാറ് വരുമ്പോൾ ഞങ്ങൾ കൈ കാണിച്ച് നിർത്തി. വാഹനത്തിന് എന്താണെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സഞ്ചി, ഈ തുണിസഞ്ചി ഇതിലിരിക്കുന്ന കണ്ടപ്പോൾ സംശയം തോന്നി. ഞങ്ങളുടെ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത് അപ്പോൾ പറഞ്ഞത് പൈസയാണ്. ഇവിടെ കൊണ്ടുവന്ന് ചോദിച്ചപ്പോൾ ഇത് ഞങ്ങളുടെ അടക്ക ബിസിനസ്സാണ്. ബാങ്കിൽ നിന്ന് എടുത്തിട്ട് ബാംഗ്ലൂരിന് ഇന്ത്യ ബാങ്കിൽ നിന്ന് ഞങ്ങൾ എടുത്തിട്ട് കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സംശയത്തിന് എന്ത് പൈസയാണെന്നുണ്ട്, ബ്ലാക്ക് മണിയാണോ വൈറ്റ് മണിയാണോ ഞാൻ കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ രേഖകൾ ഹാജരാക്കിയെല്ലാം നമുക്ക് ബന്ധപ്പെട്ട അധികാരികൾ ഇത് കിട്ടിയാണ് തിരിച്ചു കൊടുക്കുന്നത്. കാത്തിരിപ്പ് വിഫലം. കണ്ടെത്തിയത് SIയുടെ ചേതനയറ്റ ശരീരം. പള്ളത്തൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ കുമ്പള അഡീഷണൽ SI നാരായണ നായിക്കിന്റെ മൃതദേഹം കണ്ടെത്തി. കൊട്ടിയാടി പുഴയിൽ ഗാളിമുക്കയ്ക്കടുത്ത് ഗോളിത്തടുക്കയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അപകടം നടന്ന പള്ളത്തൂർ പാലത്തിൽ നിന്നും കൊട്ടിയാടി പാലത്തിനടുത്തേക്ക് 3 കിലോമീറ്റർ ദൂരമുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്കാണ് ബൈക്കിൽ യാത്ര ചെയ്യവേ പള്ളത്തൂർ പാലത്തിൽ വെച്ച് നാരായണ നായിക്ക് ഒഴുക്കിൽപ്പെട്ടത്. ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനിടയിൽ തിങ്കളാഴ്ച നാരായണ നായിക്കിന്റെ ബൈക്ക് കണ്ടെത്തിയിരുന്നു. കനത്ത മഴയിലും ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഊർജിതമായി തെരച്ചിൽ നടത്തിയിരുന്നു. 2 ദിവസമായി മഴക്കൽപ്പം ശമനമുണ്ടായത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആശ്വാസമാവുകയായിരുന്നു. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കൊട്ടിയാടി പാലത്തിന് സമീപത്ത് വെച്ച് മൃതദേഹം കണ്ടെത്തി. വൈദ്യുതി നിയമ ഭേദഗതി ബില്ലിനെതിരെ വൈദ്യുതി തൊഴിലാളിമാരും ഓഫീസർമാരും പണിമുടക്കിലേക്ക്. വൈദ്യുതി നിയമ ഭേദഗതി ബിൽ പാസായാൽ ഈ മേഖല കുത്തക ഭീകരന്മാരുടെ കയ്യിലാകുമെന്ന് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വി ലക്ഷ്മണൻ പറഞ്ഞു.
പണിമുടക്കിന്റെ മുന്നോടിയായി കാഞ്ഞങ്ങാട് നടന്ന ധർണയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് രാജ്യസഭ 2 പ്രാവശ്യം തടസ്സപ്പെട്ടു. ഇന്നലെ 26ാമത് ലേബർ കോൺഫറൻസ് ഡൽഹിയിൽ വെച്ച് വിളിച്ചു ചേർത്തപ്പോൾ ഇവിടുത്തെ പ്രമുഖ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതാക്കന്മാർ BMS, AITC, INTUC, CIT പോലുള്ള സംഘടനകളുടെ പ്രതിനിധികൾ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ബില്ലിനെതിരെ രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനത്തിൽ നടന്ന ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു. മഹേഷ് കരിമ്പിൽ അധ്യക്ഷനായി. PV മധുസൂദനൻ, പീറ്റർ സിറിയക്, സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. വികസന സ്വപ്നങ്ങൾ പങ്കുവച്ച മടിക്കൈ പഞ്ചായത്തിൽ വികസന സെമിനാർ നടന്നു. പഞ്ചായത്ത് ഓഫീസ് പരിസരത്താണ് സെമിനാർ നടന്നത്. മടിക്കൈ പഞ്ചായത്തിൽ 2015 മുതൽ 2025 വരെ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് സെമിനാറിൽ ചർച്ച ചെയ്തത്. 20 വർഷക്കാലം പഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ സെമിനാറിൽ അവലോകനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ പ്രൊഫസർ V. കുട്ട്യൻ പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S. പ്രീത അധ്യക്ഷയായി. കില ഫാക്കൽറ്റി അംഗം KV ഗോവിന്ദൻ ക്ലാസ് എടുത്തു. അത് ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടാണ് അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കേരളത്തിൽ ഈ അധികാര വികേന്ദ്രീകരണം ഈ നടപ്പിലാക്കാൻ വേണ്ടി കഴിയണമെങ്കിൽ അതിന് കൃത്യമായി ആ വിഭാഗം പഞ്ചായത്തുകൾക്ക്, മുനിസിപ്പാലിറ്റികൾക്ക്, കോർപ്പറേഷന് ഒക്കെ അവർക്ക് അധികാരം മാത്രം പോരാ, അത് നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടുകളും അതോടൊപ്പം തന്നെ അതിനാവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാളിത്തം അതിന്റെ ഭാഗമായിട്ടുണ്ടാകണം. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. സുജാത, KV ഷൈമ, P. സത്യ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് M. രാജൻ, ബംഗളം കുഞ്ഞികൃഷ്ണൻ, പപ്പൻ കുട്ടമത്ത്, രജിത, ബാബുരാജ്, MP അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കലിതുള്ളി കടൽ. ചേരങ്കൈ കടപ്പുറത്ത് നിരവധി കുടുംബങ്ങൾ ഭീതിയിൽ. ജില്ലയിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ടായെങ്കിലും കടലാക്രമണം രൂക്ഷമായി തുടരുകയാണ്. നെല്ലിക്കുന്ന്, ചേരങ്കൈ കടപ്പുറങ്ങളിൽ നിരവധി കുടുംബങ്ങൾ കടലാക്രമണം ഭീഷണിയിലാണ്. കടൽക്ഷോഭം രൂക്ഷമായ ചേരങ്കൈ കടപ്പുറത്ത് ശ്രീ ഗുളികൻ കട്ടയുടെ അടുത്തുള്ള ഓഫീസ് കെട്ടിടത്തിന്റെ ഭൂരിഭാഗവും കടലെടുത്തിരിക്കുകയാണ്. ഈ പ്രദേശങ്ങളിലുള്ള 50ഓളം വീടുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ അപകട ഭീഷണിയിലാണ്. മുൻകാലങ്ങളിൽ സ്വീകരിച്ചു പോകുന്നതുപോലെ ആളുകളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തമായി തുടർന്നാൽ കടലാക്രമണം രൂക്ഷമാകാനും സാധ്യതയുണ്ട്. ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ചാന്ദ്രദിനം വിദ്യാലയങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. അരൈ ഗവൺമെന്റ് UP സ്കൂളിൽ സൗരയൂഥ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ചാന്ദ്രദിനാചരണത്തിന്റെ ഭാഗമായി അരൈ ഗവൺമെന്റ് UP സ്കൂളിൽ ഒരുക്കിയ കുടുംബസംഗമം വേറിട്ട അനുഭവമായി. സൗരയൂഥ കുടുംബത്തിലെ കാരണവർ സൂര്യനോടൊപ്പം കുടുംബത്തിലെ മറ്റ് അംഗങ്ങളും ഒന്നൊന്നായി അണിനിരന്നപ്പോൾ കുട്ടികളുടെ അത്ഭുതം ആകാശത്തോളം വളർന്നു. കാലഭേദമില്ലാതെ ശാസ്ത്രജ്ഞരെയും കവികളെയും ഒരുപോലെ ആകർഷിച്ച ആകാശത്തിലെ അത്ഭുതഗോളങ്ങൾക്ക് അരൈ ഗവൺമെന്റ് UP സ്കൂൾ ശാസ്ത്രവേദി ഒരുക്കിയ സ്വീകരണത്തിന്റെ ഭാഗമായിട്ടാണ് അപൂർവമായ ഈ കുടുംബസംഗമം നടന്നത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കാൻ കഴിയാത്ത സൂര്യനെ അടുത്തു കണ്ടപ്പോൾ കുരുന്നുകൾക്ക് അത് വിസ്മയ കാഴ്ചയായി. ബുധനും ചൊവ്വയും ശുക്രനും വ്യാഴം ഉൾപ്പെടെയുള്ള നവഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സൗരയൂഥ കുടുംബസംഗമത്തിനെത്തി. സ്കൂളിലെ കുട്ടികൾ തന്നെയാണ് സൗരയൂഥത്തിലെ അംഗങ്ങളായി എത്തിയത്. മിഥുൻ രാജ്, അനുശ്രീ, അഭിനന്ദ്, കൃപാകൃഷ്ണൻ, ആദർശ് K, ആദിത്യൻ K, ദേവിക, സ്നേഹ, അനുശ്രീ, അഫ്സൽ, ദേവിക എന്നിവരാണ് സൗരയൂഥത്തിലെ കുടുംബാംഗങ്ങളുടെ വേഷമണിഞ്ഞത്. പ്രധാനാധ്യാപകൻ കൊടക്കാട് നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PTA എക്സിക്യൂട്ടീവ് അംഗമായ റഹ്മത്ത്, SC ഭാസ്കരൻ, അധ്യാപകരായ VV ജയകുമാരി, ഹേമാവതി AV, ബിന്ദു P, വനജ K, സൈജു KV, സിനി എബ്രഹാം, ശരത് M, സുധീഷ്ണ, മായ, സവിത, ഷീബ, രസ്ന എന്നിവർ നേതൃത്വം നൽകി. ചാന്ദ്രമനുഷ്യരെ ഒരുക്കി തെരുവത്ത് സ്കൂൾ. ചാന്ദ്രദിനാഘോഷം വിസ്മയകരമായി. 46 വർഷം മുമ്പ് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ഹോസ്ദുർഗ് തെരുവത്ത് ഗവൺമെന്റ് LP സ്കൂളിൽ ചാന്ദ്രദിനം ആഘോഷിച്ചു. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കിൾ കോളിൻസ് എന്നിവരെ അനുകരിച്ച് ആകാശസഞ്ചാരികളുടെ വേഷത്തിൽ 4ാം ക്ലാസ്സിലെ അതുൽ രാജും റിംഷാദും നവനീതും സ്കൂൾ മുറ്റത്ത് അണിനിരന്നു. തുടർന്ന് ചാന്ദ്രമനുഷ്യരെയും കൊണ്ട് തെരുവത്ത് കൂളിയങ്കാൽ പ്രദേശങ്ങളുടെ ഘോഷയാത്ര നടത്തി. ബഹിരാകാശ യാത്ര സംബന്ധിച്ച നാസയുടെ CD പ്രദർശനവും നടന്നു. തുടർന്ന് നടന്ന യോഗത്തിൽ ഹെഡ്മാസ്റ്റർ KK രാഘവൻ ക്ലാസ് എടുത്തു.
KV പ്രമീള, P അബ്ദുറഹ്മാൻ, P രാധ, C ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ അർദ്ധവാർഷിക സമ്മേളനം നടന്നു. മഹാകവി P സ്മാരക മന്ദിരത്തിലാണ് സമ്മേളനം നടന്നത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ അർദ്ധവാർഷിക സമ്മേളനവും എൻഡോമെന്റ് വിതരണവും കാഞ്ഞങ്ങാട് നടന്നു. മഹാകവി P സ്മാരക മന്ദിരത്തിൽ നടന്ന സമ്മേളനം അബ്ദുൾ ഖാദർ മുണ്ടോൾ എഞ്ചിനീയർ ഉദ്ഘാടനം ചെയ്തു. ഇത്രയേറെ വർഷങ്ങൾ പിന്നിട്ട് കേരളത്തിൽ 20,000-ഓളം വരുന്ന ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി മേഖലയിൽ തൊഴിലെടുക്കുന്നവരും അവരെ അനുബന്ധിച്ച് കഴിയുന്ന ലക്ഷക്കണക്കിന് കുടുംബാംഗങ്ങളുടെയും ഉന്നതിക്കും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വർണ്ണവ്യത്യാസമോ ജാതി വ്യത്യാസമോ ഒന്നുമില്ലാതെ AKPA എന്ന് പറയുന്ന ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഒരൊറ്റ ശുഭ്രപതാകയ്ക്ക് കീഴിൽ അണിചേർന്നുകൊണ്ട് 31 വർഷങ്ങൾ പിന്നിടുന്നു. AKPA ജില്ലാ പ്രസിഡന്റ് ചന്ദ്രൻ വെടിക്കുന്ന് അധ്യക്ഷനായി. KC അബ്രഹാം, അരീഷ് പാലക്കുന്ന്, ശ്രീജിത്ത് നീലായി, K സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ജനമിത്രം ജനകീയ വേദിയുടെ പ്രതിഷേധം. അന്യായ വിധിയിലൂടെ പീഡനം നേരിടുന്ന പുരുഷന്മാർക്ക് നഷ്ടപരിഹാരം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഓഗസ്റ്റ് 5 ഹൈക്കോടതിക്ക് മുന്നിൽ ധർണ നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. ഭരണഘടന വാഗ്ദാനം ചെയ്ത തുല്യനീതി നടപ്പിലാക്കുക, പുരുഷ പീഡനങ്ങൾക്കെതിരെ നിയമനിർമ്മാണം നടത്തുക, ഗാർഹിക നിയമങ്ങൾ ഭേദഗതി ചെയ്യുക തുടങ്ങിയ 17 ആവശ്യങ്ങളാണ് ജനമിത്രം ജനകീയ വേദി ഉന്നയിക്കുന്നത്. കുടുംബ കോടതികളിൽ നിന്നും അഭിഭാഷകരെ ഒഴിവാക്കുക, കുടുംബ കോടതികളെ കുറിച്ചുള്ള പരാതികൾ ഹൈക്കോടതി അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ജനമിത്രം ജനകീയ വേദി പ്രവർത്തകർ ഉയർത്തുന്നുണ്ട്. കുടുംബ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കുടുംബ കോടതികളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ കുടുംബ കോടതി കൊണ്ട് കേരളത്തിലെ എത്ര കുടുംബങ്ങൾ നന്നായി എന്ന് ഒരു പരിശോധന നടത്തിയാൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന വിവരം വളരെ മോശമായിട്ടുള്ളതാണ്. ഇവിടെ കുടുംബ കോടതി കൊണ്ട് വക്കീലന്മാർക്കും ജഡ്ജിമാർക്കും ഒക്കെ അതിൽ നേട്ടങ്ങളുണ്ട്. പക്ഷേ ജഡ്ജിമാരെ കുറിച്ചുള്ള ആരോപണങ്ങൾ തെളിയിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ വരുന്നു. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് MA ഇബ്രാഹിം റാവുത്തർ, KM രവീന്ദ്രൻ, VV വിദ്യാനന്ദൻ, നിലാധരൻ, ജാഫർ കാഞ്ഞിരായിൽ, M രാമചന്ദ്രൻ, ഷൈമോൻ തുടങ്ങിയവർ സംബന്ധിച്ചു. DYFI കിഴക്കുംകര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാഠപുസ്തക വിതരണം നടന്നു. മുച്ചിലോട്ട് GLP സ്കൂളിലെ കുട്ടികൾക്കാണ് പാഠപുസ്തക വിതരണം ചെയ്തത്. സർക്കാർ പാഠപുസ്തകം നൽകാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് DYFI കിഴക്കുംകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തു. മുച്ചിലോട്ട് GLP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പാഠപുസ്തകങ്ങൾ നൽകിയത്. ശാന്തികലാ മന്ദിരം പ്രസിഡന്റ് MV രാഘവൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ നാളിതുവരെ ഇല്ലാത്ത ഒരു പ്രതിഭാസമാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് പാഠപുസ്തകമില്ലാതെ പഠിക്കേണ്ട ഒരു ദുരവസ്ഥ ഈ നാളുകൾ അത്രയും കടന്നുപോയി. നമ്മുടെ സ്കൂളിനകത്തെ അധ്യാപകരെല്ലാം തന്നെ വളരെ ശ്രമകരമായി അവരുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ഈ നാളുകൾ അത്രയും കുട്ടികളെ പഠിപ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ക്ലേശകരമായ പ്രവർത്തന പദ്ധതിയിലാണ് അവർ ഇപ്പോൾ നിൽക്കുന്നത്. മേഖലാ പ്രസിഡന്റ് രാജേഷ് മണലിൽ അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി മോഹനൻ കണ്ടത്തിൽ പാഠപുസ്തക വിതരണം നിർവഹിച്ചു. ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഉഷ, PTA പ്രസിഡന്റ് MK വിജയൻ, PTA വൈസ് പ്രസിഡന്റ് ധനേശൻ മണലിൽ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര കേരള സർക്കാരുടെ നയങ്ങൾക്കെതിരെ LDFന്റെ പ്രക്ഷോഭം തുടങ്ങി. കാഞ്ഞങ്ങാട്ട് ധർണാ സമരം നടന്നു. വിലക്കയറ്റത്തിനും അഴിമതിക്കുമെതിരെ LDF സംസ്ഥാന വ്യാപകമായി സമരം തുടങ്ങി. കേന്ദ്ര കേരള സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ ധർണാ സമരം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നടന്ന ധർണ CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഒരു വർഷം ഈ രാജ്യത്തിനകത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏർപ്പെട്ടിട്ടുള്ള 13 കോടി കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന ആ 33,000 കോടിക്ക് ഉപരിയായിട്ട് ഒരു ചെറിയ സംസ്ഥാനത്തിനകത്ത് ഛത്തീസ്ഗഡിൽ 36,000 കോടി രൂപയാണ് അവിടുത്തെ മുഖ്യമന്ത്രി അഴിമതി നടത്തിയത്. എന്തുകൊണ്ട് ഇവിടുത്തെ BJP-ക്കാർക്ക് പറയാൻ വലിയ വാദോരാതെ വർത്താനം പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ അഴിമതിക്കെതിരായിട്ട്? ഞങ്ങൾ സംശുദ്ധി എന്താ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെക്കുറിച്ച് കാമായെന്ന് പ്രതികരിക്കുന്നുണ്ടോ? അമിത്ഷാ എന്ന് പറയുന്ന പുതിയ അവരുടെ അഖിലേന്ത്യാ നേതാവ് പ്രസിഡന്റ്
വളരെ സക്രിയമായി ശക്തമത്തായി ഇതിനെ ന്യായീകരിച്ചു പോവുകയാണ്. AK നാരായണൻ അധ്യക്ഷനായി. PP ബാബു, കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, PP രാജു, M പൊക്ലൻ, P നാരായണൻ, PP അടിയോടി, ബംഗളം കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഫോക്ലോർ അക്കാദമി, സർവശിക്ഷ അഭിയാൻ എന്നിവയുടെ സഹകരണത്തോടെ കൗമുദി ദിനപത്രം സംഘടിപ്പിക്കുന്ന സ്നേഹത്തണലിന് ചെറുവത്തൂരിൽ തുടക്കമായി. ഒക്ടോബറിൽ അവസാനിക്കുന്ന പരിപാടിയുടെ ഭാഗമായി ക്വിസ് മത്സരങ്ങൾ, അന്വേഷണ പ്രൊജക്ടുകൾ, സഹവാസ ക്യാമ്പ് എന്നിവ നടത്തും. ചന്ദേര BRCയിൽ നടന്ന സ്നേഹത്തണൽ പരിപാടി കേരള കൗമുദി കണ്ണൂർ യൂണിറ്റ് ചീഫ് MP ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ മറ്റ് മാധ്യമ സപ്പോർട്ട് കേരള കൗമുദി ഉണ്ടാകുമെന്നുള്ള സന്തോഷം കൂടിയുണ്ട്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, അന്താരാഷ്ട്ര പ്രകാശ വർഷമാണ്. ലോകത്ത് ഇന്നേ വരെ കിട്ടിയ നോബൽ സമ്മാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ലഭിച്ചത് പ്രകാശവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾക്കാണ്. 40-ലധികം ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത പ്രകാശവുമായി ബന്ധപ്പെട്ടു. നമ്മുടെ CV രാമൻ അടക്കമുള്ള ഏത് ശാസ്ത്രജ്ഞരെ എടുത്ത് നോക്കിയാലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഭാവിയിലത്തെ ഊർജ്ജം, സൗരോർജ്ജം പ്രകാശവുമായി. സ്നേഹത്തണൽ കോർഡിനേറ്റർ K അനിൽകുമാർ അധ്യക്ഷനായി. ചെറുവത്തൂർ BPO M മഹേഷ് കുമാർ സ്വാഗതവും KV ബാബുരാജൻ നന്ദിയും പറഞ്ഞു. നമ്മുടെ 6 സെന്ററിൽ പഠിക്കാൻ വരുന്ന 88 100 കുട്ടികൾ, ചെറുവത്തൂർ ഉപജില്ലയിലെ 100 കുട്ടികൾ ഏറ്റവും നന്നായി തന്നെ കുട്ടികൾ ശ്രദ്ധിച്ചാൽ ഇടപെടാൻ കഴിയുന്ന പോലെയുണ്ട്. ആ കുട്ടികളുടെ 100 കുട്ടികളുടെ വീട്ടിൽ ഒരു വേപ്പിൻ തൈ വളരുക, തുടർന്ന് ഫലവൃക്ഷങ്ങൾ വളരുക. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് കാഞ്ഞങ്ങാട് ചാപ്റ്ററിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. കാഞ്ഞങ്ങാട് റോട്ടറി സെന്ററിലാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ കാഞ്ഞങ്ങാട് ചാപ്റ്ററിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനമേൽക്കൽ നടന്നു. NITE എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ വിനയ ഹെഗ്ഡെ മുഖ്യാതിഥിയായി. I celebrated my 75th birthday in Kalinangad. This is a very special place because people are very friendly. Nature has been very kind to you. Apart from that, there are huge opportunities. KR ബൽരാജ് ചെയർമാനായും ഗണേഷ് നായിക് കൺവീനറായും ഡോക്ടർ KG പൈ വൈസ് ചെയർമാനായും N സുരേഷ് ജോയിന്റ് കൺവീനറായും സ്ഥാനമേറ്റു. ചടങ്ങിൽ സുശീൽ ആരോൺ അധ്യക്ഷനായി. MS പ്രദീപ്, N വിനയ ഹെഗ്ഡെയെ സദസ്സിന് പരിചയപ്പെടുത്തി. പ്രജിത് അപ്പുക്കുട്ടൻ, KR ബൽരാജ്, KV ഹനീഷ്, C ജയചന്ദ്രൻ, K വിനോദ്, നാരായണൻ, K അൻവർ സാദത്ത്, ഗണേഷ് നായിക് തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ തുടരുന്നു. പഞ്ഞക്കർക്കടകത്തിന്റെ ദുരിതങ്ങൾ അകറ്റാൻ ആടിവേടൻ തെയ്യങ്ങൾ ഗൃഹസഞ്ചാരം തുടങ്ങി. ശിവപാർവതിമാർ വേടരുടെ രൂപത്തിലെത്തി അനുഗ്രഹം ചൊരിയുന്നതായാണ് സങ്കല്പം. തോരാത്ത മഴയുടെ കർക്കടകത്തിൽ പഞ്ഞമാസത്തിന്റെ ആദിയും വ്യാധിയും അകറ്റാനായി ആടിവേടൻ തെയ്യങ്ങൾ വീടുകളിലെത്തി. കളിയാട്ടങ്ങൾ ഒഴിഞ്ഞ കർക്കടക മാസത്തിൽ തെയ്യം കലാകാരന്മാർക്കുള്ള ഉപജീവന മാർഗം കൂടിയാണ് കർക്കടകത്തിലെ ആടിവേടൻ തെയ്യം. ചേട്ടയെ അകറ്റി ഐശ്വര്യത്തിന്റെ ദേവതയെ കുടിയിരുത്താൻ ആടിവേടൻ തെയ്യങ്ങൾ വീടുകളിൽ എത്തണമെന്നാണ് വിശ്വാസം. വിവിധ സമുദായങ്ങൾ ആടിവേടൻ തെയ്യം കെട്ടിയാടാറുണ്ട്. വണ്ണാൻ, മലയൻ, കോപ്പാളൻ വിഭാഗങ്ങളാണ് ആടിവേടൻ തെയ്യങ്ങൾ കെട്ടുന്നത്. ഓരോ വിഭാഗവും അവരുടെ സങ്കല്പം അനുസരിച്ചാണ് തെയ്യങ്ങൾ കെട്ടുന്നത്. ശിവപാർവതിമാർ വേടരൂപത്തിലെത്തി അർജുനന് അനുഗ്രഹം നൽകിയ ഐതിഹ്യമാണ് ആടിവേടൻ തെയ്യങ്ങളുടെ സങ്കല്പം. കർക്കിടക മാസത്തിൽ ആദിയും വ്യാധിയും അകറ്റാനായി ഇറങ്ങുന്ന ഒരു തെയ്യമാണ് അത്. നമ്മൾ വണ്ണാ സമുദായക്കാർ കിട്ടുന്നത് ആടി പാർവതിയും, മലയ സമുദായക്കാർ കിട്ടുന്ന വേടൻ ശിവൻ, കോപ്പാള സമുദായക്കാർ കിട്ടുന്ന ഗളിഞ്ചൻ അർജുനനാണ്. അത് ഈ ഓരോരോ വീടുകളിലെ കർക്കിടക മാസങ്ങളിൽ ആദിയും വ്യാധിയും അകറ്റാനായി വീടുകളിൽ ഇറങ്ങി നടക്കുന്ന തെയ്യമാണ് ഈ കർക്കിടകത്തിൽ എന്ന് പറയും. അതുപോലെ തന്നെ പിന്നെ ഈ അർജുനനെ പരീക്ഷിക്കാൻ തക്കോണം ശിവനും പാർവതിയും വേടരൂപം ധരിച്ച് പാശുപതാസ്ത്രത്തിന് വേണ്ടി പരീക്ഷിക്കാൻ തക്കോണം നടക്കുന്നതാണ് ഈ കർക്കിടക മാസ തെയ്യത്തിൻ്റെ ഐതിഹ്യം. ആടിവേടൻ തെയ്യങ്ങൾ വീട്ടിലെത്തിയാൽ മുതിർന്ന അംഗം വിളക്ക് വെച്ച് സ്വീകരിക്കും. ആടിവേടൻ ആടിയ ശേഷം മഞ്ഞപ്പൊടിയും ചുണ്ണാമ്പും ചേർത്ത ഗുരുസി വെള്ളം ഉണ്ടാക്കി മുറ്റത്ത് കത്തിച്ച നിലവിളക്കിനു ചുറ്റും ഒഴിക്കുകയാണ് പതിവ്. തെയ്യങ്ങളുടെ മടക്കയാത്രയിൽ കൂടെ വന്നവർക്ക് നെല്ലും തേങ്ങയും ദക്ഷിണയായി നൽകും.
ഗ്രാമവിശുദ്ധിയുടെ നന്മകളുടെ കൂട്ടത്തിൽ ആടിവേടനും ഒളിമങ്ങാതെ ഇന്നും നിലനിന്നു പോരുന്നുണ്ട്. ക്യാമറമാൻ പ്രശോഭ് കോട്ടച്ചേരിക്കൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. നാടിന്റെ കണ്ണീരൊപ്പിയ ഹമീദ് അലിയുടെ കുടുംബത്തിന് പോലീസിന്റെ സഹായം. കുടുംബത്തിന് 1 ലക്ഷം രൂപ ജില്ലാ പോലീസ് മേധാവി കൈമാറി. മഞ്ചേശ്വരം ഉദ്യാവാരയിൽ അനുസ്മരണ സമ്മേളനവും നടന്നു. കുഞ്ചത്തൂരിൽ ഇതിനിടെ അന്തരിച്ച ഹമീദ് അലിയുടെ കുടുംബത്തിന് ധനസഹായ വിതരണവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. ഉദ്യാവര അറഫ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസ ഹമീദ് അലിയുടെ മകന് 1 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ എ ശ്രീനിവാസ ഹമീദ് അലിയുടെ സേവനങ്ങളെ പ്രശംസിച്ച് സംസാരിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നുസ്രത് ജഹാൻ അധ്യക്ഷയായി. ഡിവൈഎസ്പി ടി പി രഞ്ജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. മുഖ്യാതിഥികളായ കുമ്പള സിഐ സുരേഷ് ബാബു, മഞ്ചേശ്വരം SI പി പ്രമോദ്, ജനപ്രതിനിധികളായ അർഷാദ് വോർക്കടി, PKM അഷ്റഫ്, പ്രഭാകർ ചൌത്ത, ഹരീഷ് ചന്ദ്ര, ഡോക്ടർ ജയ്പാൽ ഷെട്ടി, ഡോക്ടർ ഖാദർ എന്നിവർ സന്നിഹിതരായി. ചടങ്ങിൽ അപകടത്തിൽ മരിച്ച ഷിഹാബ്, സിനാൻ, താജ അബൂബക്കർ എന്നിവരുടെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സൗജന്യ തേക്കിൻ തൈ വിതരണം നടന്നു. സഹകരണ വകുപ്പിന്റെ ആലില പദ്ധതിയുടെ ഭാഗമായാണ് തേക്കിൻ തൈകൾ വിതരണം ചെയ്തത്. സഹകരണ വകുപ്പിന്റെ ആലില പദ്ധതിയുടെ ഭാഗമായി മർച്ചന്റ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തേക്കിൻ തൈകൾ വിതരണം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് C യൂസഫ് ഹാജി അധ്യക്ഷനായി. കൃഷിഭവൻ അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ പ്രേമലത തേക്കിൻ തൈകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ഒരു മരമെങ്കിലും നടു അത് തരും 1000 മരങ്ങൾ എന്ന് നമ്മൾ കുഞ്ഞുനാളിലേ പഠിച്ചതാണ്. അത് നമുക്ക് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ ഇന്ന് പലതരം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഓരോ ഡിപ്പാർട്ട്മെന്റും ഇത്തരം പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒട്ടേറെ പദ്ധതികൾ ഇതിന്റെ ഭാഗമായി നടത്തിവരികയാണ്. ജൈവ ജില്ലയായ നമ്മുടെ കാസർഗോഡ് ജില്ലയ്ക്ക് നമ്മുടെ ജൈവ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കീക്കാങ്കോട്ടെ M നാരായണൻ നായരുടെ 22ാം ചരമവാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. കീക്കാങ്കോട്ട് യുവജന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടന്നത്. കീക്കാങ്കോട്ട് യുവജന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സ്ഥാപക മെമ്പർ M നാരായണൻ നായരുടെ 22ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ യോഗം നടന്നു. ചടങ്ങിൽ SSLC +2 പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. ഡോക്ടർ V ഗംഗാധരൻ അനുസ്മരണ പ്രഭാഷണവും എൻഡോമെന്റ് വിതരണവും നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് A ദിനേശൻ അധ്യക്ഷനായി. കീക്കാങ്കോട്ട് GLP സ്കൂൾ ഹെഡ്മിസ്ട്രസ് K ഗീത, K പ്രീത, PK ഗോപി, A നാരായണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ക്ലബ് വൈസ് പ്രസിഡന്റ് P സതീശൻ സ്വാഗതവും സെക്രട്ടറി സുധീഷ് KT നന്ദിയും പറഞ്ഞു. ഭാഷാ പണ്ഡിതനും കവിശ്രേഷ്ഠനുമായിരുന്ന YMCK കുറുപ്പിന് ചെറുവത്തൂരിൽ സ്മരണാഞ്ജലി. സാഹിത്യ സമന്വയ വേദി ചെറുവത്തൂർ മേഖലാ കമ്മിറ്റിയായിരുന്നു സംഘാടകർ. പുസ്തക പ്രകാശനവും നടത്തി. ചെറുവത്തൂർ ഫാർമേഴ്സ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സാഹിത്യ സമന്വയ വേദി പ്രസിഡന്റ് കവി മാധവസ്വാമിയുടെ അധ്യക്ഷതയിലായിരുന്നു അനുസ്മരണ സമ്മേളനം. RK മണ്ണൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇപ്പോഴും ഈ കർണഭാരതത്തിന്റെ ഈ സൗന്ദര്യം നോക്കി നിൽക്കുന്നുണ്ടല്ലോ. ആനന്ദകൃഷ്ണന്റെയും അംബികയുടെയും സൗന്ദര്യമല്ലേ നോക്കി നിൽക്കേണ്ടത്. ഇപ്പോഴും ഈ കർണഭാരം ആ പഴയ കഥയുടെ സൗന്ദര്യമാണ് മനസ്സിൽ. ഇപ്പോഴും ഈ കർണഭാരമാണ്, ആനന്ദകൃഷ്ണനല്ല, അംബികയെ. കർണന്റെ പടച്ചട്ട ഞാൻ പറഞ്ഞില്ല, പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട് പടച്ചട്ട ഇന്ദിരയെ മാറുകൊണ്ടാണ് കേട്ട ഉണ്ണികൃഷ്ണേട്ടൻ. ഈ പടച്ചട്ട ഇന്ദിര ചേച്ചി മാറുകൊണ്ടാണ് കേട്ട ഉണ്ണികൃഷ്ണേട്ടൻ. ഈ പടച്ചട്ടയാണല്ലോ മാനടിച്ചപ്പോഴും നിൽക്കുന്നത് എന്ന്. ഭരതൻ ചെറുവത്തൂരിന്റെ കവിതാ സമാഹാരമായ ഇത്തിരി വെട്ടമാണ് പ്രകാശനം ചെയ്തത്. പാണപ്പുഴ പത്മനാഭൻ പണിക്കർക്ക് നൽകി കരിവള്ളൂർ നാരായണൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. സീതാദേവി കാര്യാട്ട്, C ഭരതൻ എന്നിവർ സംസാരിച്ചു. വേദി ജനറൽ സെക്രട്ടറി ആനന്ദകൃഷ്ണൻ അടുക്കത്ത് പറമ്പ് സ്വാഗതവും P ശ്രീനാഥ് ചീമേനി നന്ദിയും പറഞ്ഞു. തുടർന്ന് കവിയരങ്ങും നടത്തി. നീലേശ്വരം നഗരസഭാ പരിധിയിലെ ഗ്രന്ഥശാല പ്രവർത്തകർക്ക് ശില്പശാല നടത്തി.
ലൈബ്രറി കൌൺസിലിന്റെ നീലേശ്വരം നഗരസഭാ നേതൃസമിതി, പള്ളിക്കര പീപ്പിൾസ് വായനശാല ഗ്രന്ഥാലയം എന്നിവരായിരുന്നു സംഘാടകർ. പീപ്പിൾസ് ലൈബ്രറി ഹാളിൽ നടന്ന ശില്പശാല ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ പി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ലൈബ്രറിയുടെ പ്രവർത്തനം എങ്ങനെ വേണം എന്നതാണ് അതിന്റെ ലക്ഷ്യം തന്നെ. കണക്കിനെ പറ്റി ചന്ദ്രൻ പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ 5ാം ലൈബ്രറി കൗൺസിൽ ചാർജ് എടുത്തു. ഇപ്പോൾ അതിന്റെ സംസ്ഥാന സെക്രട്ടറി അപ്പൂട്ടമ്മക്കേരി, പിന്നെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പ്രഭാകരൻ, നമ്മുടെ ജില്ലാ സെക്രട്ടറി പനയാരുമാണ്. പട്ടേന ജനശക്തി വായനശാല ഗ്രന്ഥാലയം സെക്രട്ടറി പി വി കുഞ്ഞിരാമൻ അധ്യക്ഷനായി. വിദ്യാഭൂഷണി വായനശാല ഗ്രന്ഥാലയം പ്രസിഡന്റ് വി വി രമേശൻ സംസാരിച്ചു. ലൈബ്രറി മാനേജ്മെന്റ്, ലൈബ്രറി അക്കൌണ്ട്സ് എന്നീ വിഷയങ്ങളിൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ടി രാജൻ, ജോയിന്റ് സെക്രട്ടറി വി ചന്ദ്രൻ എന്നിവർ ക്ലാസ് എടുത്തു. നേതൃസമിതി കൺവീനർ എം ബാലകൃഷ്ണൻ സ്വാഗതവും പീപ്പിൾസ് വായനശാല സെക്രട്ടറി കെ കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അവകാശ പത്രിക അംഗീകരിക്കാൻ SFI സംസ്ഥാന വ്യാപകമായി മാർച്ച് നടത്തി. കാഞ്ഞങ്ങാട്ട് സമരക്കാർ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചു. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ റെയ്ഡ്, 10 ലക്ഷം രൂപയുടെ കള്ളപ്പണം പിടികൂടി. കാസർകോട്ട് ഒഴുക്കിൽപ്പെട്ട് കാണാതായ ASI നാരായണ നായിക്കിന്റെ മൃതദേഹം കണ്ടെത്തി. വൈദ്യുതി നിയമ ഭേദഗതി ബില്ലിനെതിരെ വൈദ്യുതി തൊഴിലാളിമാരും ഓഫീസർമാരും പണിമുടക്കിലേക്ക്. കാഞ്ഞങ്ങാട്ട് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. അത്ഭുതം ആകാശത്തോളം ഉയർന്നു. ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി അരയി തെരുവത്ത് സ്കൂളുകളിൽ ചാന്ദ്രദിനാഘോഷം നടന്നു. അന്യായ വിധിയിലൂടെ പീഡനം നേരിടുന്ന പുരുഷന്മാർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം. ജനമിത്രം ജനകീയ വേദി ഹൈക്കോടതിക്ക് മുന്നിൽ സമരം നടത്തും. കർക്കിടകത്തിന്റെ ആദിയും വ്യാധിയും അകറ്റാൻ ആടിവേടൻ തെയ്യങ്ങൾ ഗ്രാമത്തിൽ സഞ്ചാരം തുടങ്ങി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.